സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ പണ്ട് മുതൽ വീഡിയോ കാണുന്നവർക്കറിയാം, കമന്റോളികൾ എൻ്റെ ഒരു എപ്പോഴും ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഇടയ്ക്ക് ഞാൻ ഈ പല പോസ്റ്റുകളുടെ അടിയിലും വരുന്ന വെറൈറ്റി കമന്റോളികളെ എടുത്തിട്ട് എൻ്റെ രീതിയിൽ പറ്റുന്ന 2 വർത്താനം പറഞ്ഞ് വിടാറുണ്ട്. ഒരു മനസ്സമാധാനം വേറെ ഒന്നുമല്ലേ. അപ്പോൾ ഇന്നും ഒരു കമന്റോളി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് കാലമായിട്ട് കമന്റോളി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, കമൻറ്റ് സെക്ഷൻ മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ കമന്റോളി എന്നുള്ള ടാഗിലൊന്നും ചെയ്തിട്ടില്ലേ. ഇപ്പോൾ ഇത് ചെയ്യാനുണ്ടായ കാര്യം, ഈഗിൾ ഗെയിമിങ്, നമ്മൾ ഈഗിൾ ഗെയിമർ ഇന്നലെ രാത്രി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഒരു റീൽ വീഡിയോ ആണ്. ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ആ കമന്റോളി. ഒരു കമന്റോളിയെ പൊക്കി. കമന്റോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പൻ കമന്റോളി. നമ്മളുടെയൊക്കെ പോസ്റ്റിനടിയിൽ കാണുന്നുണ്ടാവും ചിലപ്പോൾ തെറിവിളികൾ വരും. ഓക്കെ, നമ്മളെന്ന് പറയണ്ട, എൻ്റെ പോസ്റ്റ്, ഇനിയിപ്പോൾ എല്ലാവരും കൂടി കൂട്ടി പറയണേ, എൻ്റെ പോസ്റ്റിനടിയിൽ ഞാൻ അധികം കാണാറ് തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും അങ്ങനത്തെ തെറി അഭിഷേകം ഈ സാധനങ്ങളാണ് ഞാൻ റെഗുലറായിട്ട് കാണാറ്. അതേസമയം സ്ത്രീകളുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞരമ്പോളികളാണ് കമൻറ്റോളികൾ, മൊത്തം ഞരമ്പോളികളാണ്. അവർക്ക് എന്തൊക്കെയാണോ അവരുടെ ഫാൻറ്റസി, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ അവരൊരു സ്ത്രീയെ റിയാലിറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിയലായിട്ട് ജീവിതത്തിൽ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ചില പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ട് എന്തെങ്കിലും തോന്നും, എന്നിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇവന്മാരിത് ഈ റിയൽ സ്പേസിൽ വന്നിട്ട്, ഈ വിർച്വൽ സ്പേസിൽ വന്നിട്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് കമ്പിയടി തെറിവിളി, തെറി പ്ലസ് കമ്പിയടി, അതാണ് ഇവരുടെ ഒരു മെയിൻ ലൈൻ. അതൊരു ഏറ്റവും വൾഗർ ഫേസിൽ, ഏറ്റവും വൾഗർ ലാംഗ്വേജിൽ പോയിരുന്നിട്ട് കമൻറ്റ് ടൈപ്പ് ചെയ്തോളൂ. ഇത് കാണുന്ന വ്യക്തിക്ക്, ആരാണോ കണ്ടന്റ് ഇട്ടേ, ഒരു ലേഡി ആണെങ്കിൽ ആ ലേഡിക്ക് ഉണ്ടാക്കുന്നൊരു മെൻ്റൽ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന അവർക്കുള്ള സ്ട്രെസ്സോ അതൊന്നും ഈ കമൻറ്റുകൾക്ക് അറിയണ്ട. സെക്കൻഡുകൾക്കുള്ളിൽ സാമാനം പൊങ്ങി ടൈപ്പ് ചെയ്ത് വിടുന്ന സാധനം അപ്പുറത്തുള്ള റിസീവിംഗ് എൻഡിലുള്ള ആളുടെ ചിലപ്പോൾ എൻറ്റയർ ലൈഫിൽ അവർ വീഡിയോ ചെയ്യാത്ത രീതിയിലോ കണ്ടന്റ് ഇടാത്ത രീതിയിലോ, അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം മൊത്തം ആ ഒരു കമൻറ്റ് വായിച്ചിട്ട് അവർ ബോധേഡാവും. അതൊന്നും ഈ സാമാനം മുന്തിയോന്ന് അറിയണ്ട. ഏത് കൂർപ്പിച്ച് വെച്ചിടുന്നു. ഇനി സുനയുടെ പറ്റം കൊണ്ടാണ് ഇവന്മാർ കമൻറ്റ് ഇടുക. ചില എക്സ്ട്രീം കേസുകൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. സ്ക്രീൻ നക്കലും സുനയുടെ തറ്റം കൊണ്ട് കമൻറ്റിൽ മറ്റേ കീബോർഡിൽ തട്ടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. അമ്മാതിരി ഞരമ്പോളികളാണ് കുറേ എണ്ണങ്ങൾ. മറ്റേ പഴയൊരു ഇതുണ്ടല്ലോ, കോലുമ തുണി ചുറ്റിയാലും അങ്ങോട്ട് ഇളകും എന്ന് പറയുന്ന കുറേ ആളുകൾ, ആ കൂട്ടത്തിൽ പെട്ട കുറച്ച് എണ്ണങ്ങളാണ് ഈ കമൻറ്റ് ഞരമ്പോളികൾ. ഇപ്പം എന്താണെങ്കിലും ഈഗിൾ കൊടുത്ത പണിയല്ല, കട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈഗിൾ. ഇതെന്താ അറിയോ, നമ്മുടെ പോലീസിലോ സൈബർ സെല്ലിലോ വന്നിട്ട് നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഇങ്ങനൊരു വിഷയമുണ്ട്, എൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെ മോശമായിട്ടുള്ള ഒരു തെറി കമൻറ്റ് വന്നു എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക വെച്ചാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടല്ലേ, ആര് പറഞ്ഞു നിങ്ങളോട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വീഡിയോ ഇടാൻ? സ്ത്രീകളോട് ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സദാചാരം അമ്മാവൻ പോലീസുമാരും അമ്മായി പോലീസുമാരും ചോദിക്കുന്നതാണ്, നിന്നോട് ആര് പറഞ്ഞിടേ ആക്റ്റീവായിട്ടിരിക്കാൻ, നിന്നോട് ആര് പറഞ്ഞ് വീഡിയോ ഫോട്ടോ ഇടാൻ സോഷ്യൽ മീഡിയയിൽ? ഇതാണ് ചോദിക്കുക. ഇനി ഇല്ല, ആരെങ്കിലും കേസ് എടുത്തു എന്ന് വിചാരിച്ചോ, പിന്നെ ആ കേസിനൊരു അപ്ഡേറ്റും കാണില്ല, ചുമ്മാ വന്നിട്ട് എഴുതിയിട്ട് പോടേ, പിന്നെ ഇത് കണ്ടുപിടിക്കലാണല്ലോ നമ്മളെ പണി, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കും. കാരണം നമ്മൾ സൈബർ സിസ്റ്റത്തിനകത്ത് ഇപ്പോഴും ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു വൃത്തികെട്ട കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് IP നോക്കി ഏത് ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്തു, ആര് ക്രിയേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള വഴികൾ ഉണ്ടായിട്ടും അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റം ഉള്ളപ്പോൾ ലേശം പാടാണ്. അതാണ് ഈ ഫേക്ക് കമൻറ്റോളികളുടെ ഏറ്റവും വലിയ ലക്ഷറി. ആരും കണ്ടുപിടിക്കില്ല, അതാണ് അവരുടെ ഒരു ഇത്. ഇനി കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും ഇവരെ എക്സ്പോസ് ചെയ്ത് ഇവരുടെ ഫോട്ടോ വീഡിയോ എടുത്ത് സ്റ്റോറിയിലോ, ഇപ്പം അടുത്ത് ഡൂഡ് ഹെലൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻ്റ് ഇട്ട് ഒരുത്തൻ്റെ പ്രൊഫൈൽ മൊത്തം എടുത്തിട്ട് വീഡിയോ ആക്കി. അപ്പോൾ ഇരവാദം, അയ്യോ എൻ്റെ വീട്ടുകാർ ഇന്നെയൊക്കെ എക്സ്പോസ് ചെയ്തേന്ന് പറഞ്ഞു വരും. അങ്ങനെയും വരും. ഇടുന്ന കമൻറ്റും പറയുന്ന ചെറ്റത്തരത്തിനും അനുസരിച്ചിരിക്കും അപ്പുറത്തുനിന്ന് കിട്ടുന്ന റിപ്ലൈ. ഓക്കെ, അതങ്ങനെയാണ്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിട്ടുള്ള ഒരു റിപ്ലൈ വരുമല്ലോ ചെയ്ത കർമ്മത്തിന്. അപ്പം അങ്ങനെ വരും. അപ്പോൾ വന്നിട്ട് എന്ത് പറയും? ഇതും പറയും, അവനൊരു കമൻ്റ് അല്ലേ ഇട്ടുള്ളൂ, എന്തിനാണ് അവനെ എക്സ്പോസ് ചെയ്തത്? ആ ചോദ്യം വേറെ. എന്താണെങ്കിലും ഈഗിൾ കൊടുത്ത പണി
എനിക്ക് പറ്റിക്കുന്നുണ്ടെങ്കിൽ പറ, അല്ലാന്നുണ്ടെങ്കിൽ പോലെ അഡ്രസ് കൊടുക്കുക. വെറുതെ വീട്ടിൽ ഇതിലേക്ക് എനിക്ക് ചെറിയ പ്രായട്ടോ, 10-18 വയസ്സാവുന്നുള്ളൂ. അതിന്റെ വെറുതെ ലോക്കാവല്ലേ, വെറുതെ എന്തിനാണ്? എല്ലാവർക്കും വേടാ മൈര ഉണ്ടെന്നുണ്ടെങ്കിൽ പറടാ. പറടാ, ഒരു സോറി പറ, ചെയ്തിട്ടുണ്ടെങ്കിൽ പറടാ. സോറി. നീ ചെയ്ത കാര്യം എടുത്ത് പറഞ്ഞിട്ട് സോറി പറ, കേക്കട്ടെ. നീയാണ് കമന്റ് ഇട്ടെ. നീ എന്താ, നീ എന്താ കമന്റ് ഇട്ടെ? എന്ത് കിട്ടുന്ന നിന്നെ ഞാൻ പഠിപ്പിക്കണോ ഇനി? വാതുറന്ന് പറയടാ, വാതുറന്ന് പറ, വാതുറന്ന് പറ, പറയടാ വാതുറന്ന്. എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ വന്നിട്ട് നിന്നെ കാണുമ്പോ എനിക്ക് ബോഡിയും പൂ എന്ന് അതെനിക്ക് ഞാൻ പറയുന്നില്ല ഇപ്പം. നിക്ക് ഞാനിപ്പോ പറയുന്നില്ല നിന്റെ അടുത്ത്. നിനക്ക് 18 വയസ്സുള്ള കൊച്ചി ഇറക്കി നിന്റെ വീട്ടില്. നീ ഇത് കേട്ടോടാ. നിന്റെ വീട്ടിൽ ഇവന്റെ വീട്ടിലുണ്ടോ അച്ഛനും അമ്മയൊക്കെ, അമ്മ അനിയത്തിയൊക്കെ? സിസ്റ്റർ ഒക്കെ ഉണ്ട്. എടാ നാണം ഉണ്ടോടാ നായ? നിനക്ക് നാണം ഉണ്ടോ? നീ വിചാരിച്ചല്ലോ നമ്മൾ ഇത്രയും ട്രാക്ക് ചെയ്ത് നിന്നെ ഇവിടെ വരെ എത്തിച്ചു കൊണ്ടുവരുമെന്ന് നീ ഒട്ടും വിചാരിച്ചില്ലല്ലേ? നമ്മൾ ആദ്യം വിളിച്ചപ്പോ ഇവൻ നമ്മോട് പറയാണ് 22 വയസ്സെന്ന്. എനിക്ക് അപ്പോഴേ അറിയാം ഇമാതിരി പരിപാടികൾ കാണിക്കണവന്മാരെ എല്ലാം ഈ കൊച്ചു പിള്ളേരായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എടാ നിന്റെ ചേച്ചിയുടെ പ്രായം ഉണ്ടടാ എന്റെ വൈഫിന്. നിന്റെ ചേച്ചിയുടെ പ്രായം ഉണ്ടാവും. അവർക്ക് 25-26 വയസ്സായി. 18 വയസ്സുള്ള നിനക്ക് എങ്ങനെയാടാ അവളെ കാണുമ്പോൾ ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയണം. നിന്റെ അമ്മയും ചേച്ചിയും അനിയത്തിയൊക്കെ എങ്ങനെയായിരിക്കും നിന്റെ മുമ്പിൽ? നീ അവരെ എങ്ങനെയായിട്ട് കാണുന്നതെന്ന് നീ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഈഗിളിന്റെ വൈഫിന് വന്ന കമന്റ് ഈഗിള് കൃത്യമായി ട്രാക്ക് ചെയ്തു. ഫേക്ക് അക്കൗണ്ട് ആണ്, ബട്ട് സ്റ്റിൽ ഈഗിളിന് പറ്റും. കാരണം ഈഗിള് ഗെയിമിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം ആക്റ്റീവായിട്ട് ആ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ഈഗിളിന് ഒരാളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് ഒരാളെ ഈ കമന്റ് ഇട്ട് അവനെ പിടിച്ചു. അവൻ്റെ രോദനമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത്. ഓക്കെ, ഇനി ഈ കൊച്ചു പയ്യന്മാർ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇടുന്ന പരിപാടി, ഈ പണി ആക്ച്വലി ഭയങ്കര ഡേഞ്ചറാണ്. ഇതിന് കൃത്യമായിട്ട് അവർക്ക് പണി കിട്ടും എന്നുള്ളത്, നിയമപരമായിട്ടുള്ള പണി കിട്ടും എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ഇവിടെ സിസ്റ്റം, ഇവിടുത്തെ സൈബർ സെല്ലുകളൊന്ന് ചാടി നീച്ചുണരണം. ഓക്കെ, കാരണം ഇന്നിങ്ങനെ ഒരു 16, 17, 18 വയസ്സിൽ ഒരു അക്കൗണ്ടിൽ കയറിയിട്ട് തെറിവിളി, വൾഗർ മെസ്സേജ് അയപ്പ്, അതേപോലെ വെറുതെ പോയിട്ട് ഏതെങ്കിലും ഒരു റീല് കണ്ട് ഒരു ലേഡി ഒരു റീലിട്ട് കഴിഞ്ഞാൽ നേരെ ചെന്നിട്ട് അവരോട് വേറെ മറ്റേ രീതിയിലുള്ള വർത്താനം, മനസ്സിലായോ? അപ്പോൾ ഈ പരിപാടികൾ ചെയ്യുന്നവർ കുറച്ചും കൂടിയാണ് പോയി കഴിയുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ സ്വന്തം അമ്മേനെയും പെങ്ങളെയും കിട്ടിയാലും എന്തെങ്കിലും കാണിക്കും. കാരണം അവരുടെ മനസ്സിൽ അവർക്ക് എന്തായി, വിർച്വൽ വേൾഡിൽ അവർ റോക്കി ബൈ ആണ്. അതവർ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഭയങ്കര ഡേഞ്ചറാണ് ആ കാര്യം. പിന്നെ ഇതേപോലെ കമൻ്റ് ഇടുന്നവന്മാരുടെ ഒരു ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ, കമൻ്റ് ഇട്ടു ഇതേപോലെ ഈകളെ പോലെ ആരെങ്കിലും ട്രാക്ക് ചെയ്ത് പിടിച്ചു. ഞാനും ഇതേപോലെ ഒരു വട്ടം ഒരുത്തനെ ഒരു രക്ഷയിൽ അവനെ എങ്ങനെയും കിട്ടണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി 2-3 ദിവസം കൊണ്ട് ആളെ കിട്ടി. ഫേക്ക് അക്കൗണ്ട് ആയാൽ നിങ്ങളുടെ വിചാരം കിട്ടില്ല എന്നായിരിക്കും. ഫേക്ക് അക്കൗണ്ടുള്ളത് നിങ്ങൾക്ക് തോന്നലാണ്, ഇറങ്ങി തിരിച്ചാൽ സുഖമായിട്ട് നിങ്ങളെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് ഞാൻ ഇവനെ വിളിച്ചപ്പോൾ അവൻ പറയുക, എൻ്റെ ഫ്രണ്ടാണ് ചേട്ടാ കമൻ്റ് ഇട്ട്, ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയി. സ്ഥിരം നമ്പറാണ് കമൻ്റ് ഇടുന്ന എല്ലാ ഇമാതിരി കഴപ്പ് കാണിക്കുന്നവരുടെ സ്ഥിരം പരിപാടി. ഞാനല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു ഫോൺ, അവനിട്ടതായിരിക്കും. ആ ഫ്രണ്ടിനെ കണക്ട് ചെയ്യുന്നത്, ഫ്രണ്ടിനെ കണക്ട് ചെയ്യില്ല. അവന് വേണ്ടി ഞാൻ സോറി ചോദിക്കാം. ഏത് ആ ലൈനിലാവുമാർ പറയാൻ പോലെ ഏത്. അപ്പം ഇങ്ങനെ ബേസിക്കലി ഈ വന്നിട്ടിട്ട് പോകുന്ന കമൻറ്റുകൾ, ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തോന്നാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ തോന്നിക്കഴിഞ്ഞാൽ യു ലുക്സ് ബ്യൂട്ടിഫുൾ, യു ലുക്സ് ഹോട്ട്, ഐ ലൈക്ക് യു, ഐ ലവ് യു, ഇതൊക്കെ ഫൈൻ. അതിന് പകരം മാ പൂ പീ പാ താന്ന് കൂട്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട്, അതായത് ആര് കണ്ടാലും, എസ്പെഷ്യലി ഒരു ലേഡി കണ്ടു കഴിഞ്ഞാൽ അവരാ എൻറ്റയർ ഡേ അല്ലെങ്കിൽ അവരാ ചെയ്ത പ്രോസസ്സ് മൊത്തം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നവന്മാർ, അതിൽ തന്നെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ
നിങ്ങൾക്ക് 2 കിട്ടാത്തതിൻ്റെ കുഴപ്പമെന്നേ പറയാനുള്ളൂ. എവിടെയെങ്കിലും 2 കിട്ടിക്കഴിയുമ്പോൾ പഠിക്കും. പിന്നെന്താ പറയുക, വിർച്വൽ വേൾഡിൽ റോക്കി ബോയ്സ് റിയാലിറ്റിയിൽ പൂച്ചകളായിരിക്കും. ഏത് മാന്താൻ പോലും പറ്റാത്ത ചില പൂച്ചകളുണ്ട്. ചില പൂച്ചകളുണ്ടല്ലോ പേടിച്ച് ഓടുന്ന പൂച്ചകൾ, ആ ടീമായിരിക്കും. അതാണ് ഇപ്പം അങ്ങനെ ഒരു തന്നെയാണ് ഇപ്പം കണ്ടത്. ബാക്കി കൂടെ ഇത് നീ ഇതിന് പബ്ലിക് ആയിട്ട് ഇപ്പം ഞാൻ ഇട്ട കമന്റിന് സോറി അവളുടെ അടുത്ത് ഇപ്പൊ പറയണം. അവളുടെ കേൾക്കുന്നുണ്ട്, സോറി പറ. ആരെങ്കിലും ശരിക്കും പറഞ്ഞോ, മനസ്സ് തട്ടിയാണ്ട് തന്നെ പറഞ്ഞോ, ഞാൻ പറഞ്ഞോ ജൽദി സോറി. ആരെങ്കിലും ഇതിനല്ല ഇങ്ങനല്ല, എനിക്ക് ഇങ്ങനെ നിന്റെ സോറി കേൾക്കണ്ട. നീ ചെയ്ത കുറ്റം എന്താന്ന് വെച്ചാൽ അത് എടുത്ത് പറഞ്ഞിട്ട് നീ അതിന് സോറി പറ അവളോട്. കമന്റ് ഇട്ടതിന് സോറി. ബാക്കി നിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഞാൻ ഒരവസരം നിനക്ക് തരുമോ? ഞാൻ സീരിയസ്ലി ഞാൻ പറയാണ്, നിന്റെ അച്ഛനെയും അമ്മയും നിന്റെ അനിയത്തിയെയും എനിക്ക് നാറ്റിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം നിന്റെ ഐഡന്റിറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും. നിന്റെ അക്കൗണ്ട് ഇന്നത്തോടെ ഇത് ഇവിടെ തീർന്നോണം. ഈ പരിപാടി കാണിക്കുന്നത് ജീവിതത്തില് 18ാമത്തെ വയസ്സിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ നിനക്കൊക്കെ ജീവിതത്തില്? പോയി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാക്ക്. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ പറയണതുപോലെ ഒരു ഫോണും ഫേക്ക് അക്കൗണ്ടും ഉണ്ടാക്കി ലോകത്തിന്റെ എവിടെ കീഴിലിരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ മറ്റേ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാൽ ആരും ഒന്നും കണ്ടുപിടിക്കത്തില്ല. ഇവിടെ സാധാരണക്കാരുടെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ലായിരിക്കും. നിന്റെ ജാതകം വരെ എടുക്കാൻ അറിയാമെങ്കിൽ ഇപ്പൊ ഈ കോള് വരെ ഇവിടെ എത്തിക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. എന്നിട്ട് നീ എന്നോട് എന്തോ പറഞ്ഞാൽ നീ മറ്റേ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നവനല്ലേ എന്ന്. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നോണ്ട് തന്നെ ആളാ ഈ കോൾ ഇവിടെ വരെ എത്തിച്ചത്, മനസ്സിലായ? ഇത്രയും വർഷം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നതിന്റെയാണ് നീ ഇതാ ഇവിടെ ഒരു മുട്ടയിൽ ഇരിക്കണേ ഇവിടെ ഇപ്പം വിറച്ചിട്ട്. മനസ്സിലായല്ലോ? നിനക്ക് ഞാൻ ഒരു ഒറ്റ ഇത് തരുവാ, നിനക്ക് അവസാനത്തെ വാണിങ്. ഇതിൽ നീ ജീവിതത്തിൽ നന്നാവുമെങ്കിൽ നീ നന്നായിക്കോ. ഇത് നിന്റെ അവസാനത്തെ ചാൻസാ. ഇതിൽ നന്നാവുന്നെങ്കിൽ നന്നാക്കും. നീ നിന്റെ കൂടെ നിന്ന് കൂട്ടുകാരനെ വരെ നീ ഇപ്പം എങ്ങനെയാണ് ഇതാക്കിയെന്ന് അവനിപ്പം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നീ ആലോചിച്ച് നോക്കണം, നിനക്ക് എന്തെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ എന്ന് നീ തന്നെ സ്വന്തമായിട്ടൊന്ന് റിയലൈസ് ചെയ്ത് നോക്ക്. 18 വയസ്സുള്ള കൊച്ചി ഇറക്കനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഈ വട്ടം വെറുതെ വിടുക. ഇത് മുതലാക്കി ജീവിക്കാനാണെങ്കിൽ നീ ഇനി വേറെ ആരെങ്കിലും നേരിട്ട് തല്ലുകൊണ്ട് ചാവത്തേ ഉള്ളൂ. ഇവിടെ നീ നന്നാവുന്നെങ്കിൽ നീ നന്നായിക്കോ. അതിൽ കൂടുതൽ എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല, കേട്ടല്ലോ? നന്നാവുന്നൊന്നും തോന്നുന്നില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ ഏതെങ്കിലും പയ്യന്മാർ ഇതേപോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വൾഗർ മെസ്സേജ് അയക്കുന്നവർ നിങ്ങളടുത്ത് വന്നിട്ട് ഭയങ്കര ഗത്ത് പറയുകയാണ്, പ്രൗഡ് പോലെ, കണ്ടോ ഞാൻ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അവർക്ക് ഇത് അയച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നാളെ നിങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അയക്കും. ഇതിൻ്റെ അടുത്തൊരു വേർഷൻ വരാൻ പോണേന്ന് പറഞ്ഞാൽ ഇവന്മാർ ഉടുതുണി അഴിച്ചിട്ടിട്ട് ആ സാധനം അയച്ചു കൊടുക്കും. ആദ്യം കമൻറ്റ് ബോക്സിലായിരിക്കും, പിന്നെ അത് പേഴ്സണൽ ഇൻബോക്സിൽ പോകും, പിന്നെ പേഴ്സണൽ ഇൻബോക്സിൽ ഇവന്മാർ മറ്റതും ചെയ്യും. ഇങ്ങനെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലീസ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആരും ഫേക്ക് അക്കൗണ്ടുകൾ ഞങ്ങളെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അത് പയ്യന്മാരോട് മാത്രമല്ല കേട്ടോ, മുഴുത്ത കഴപ്പ് ചെയ്യുന്ന വേറെ ആളുകളുണ്ട്. സ്ത്രീയും പുരുഷനും എല്ലാവരും ഉണ്ട് ഇതിനകത്ത്, ആണും പെണ്ണും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആൺകുട്ടികൾ മാത്രം ഈ 18 16 വയസ്സിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കണു എന്ന് വിചാരിക്കേണ്ട. ആ വയസ്സിലിരുന്നിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ തെറി വിളിക്കുന്നതും വൾഗാരിറ്റി പറയുന്നതുമായിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട്. അങ്ങനെ ഒരു കേസും എനിക്കറിയാം. ക്ലിയർ ആയിട്ട് ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിക്ക് അതാണ് ഏറ്റവും വിറ്റ്. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ സൈബർ സ്പേസിൽ നിങ്ങൾക്ക് ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആരും എന്തും പറയാന്നുള്ള പരിപാടി അത് തോന്നലാണ്. ഇറങ്ങി തിരിച്ചാൽ ഒന്നും വേണ്ട, കമ്പ്യൂട്ടർ മുമ്പിൽ അരച്ച് ഇലക്കി കുടിക്കണം എന്നൊന്നുമില്ല. ഇറങ്ങി തിരിച്ചാൽ കിട്ടും, ഒരു വിഷയവുമില്ല. തപ്പി കൈ കിട്ടിക്കഴിഞ്ഞാൽ